നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഞായറാഴ്ച പൊങ്കാല സമർപ്പണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് ഈ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് അവിടെ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായി. അമ്മയും ചേച്ചിയൊക്കെ മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പോകുമ്പോൾ എല്ലാവരും പൂവ് കോർക്കാനുള്ള ഒരുക്കത്തിലാണ്. പൂവ് കോർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അമ്പലത്തിൻ്റെ സമയത്തിനും ആവശ്യത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ സ്പിരിറ്റിലിരുന്ന് പൂ കോർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും നല്ല സുന്ദരികളായിട്ടാണ് വന്നിട്ടുണ്ടായത്. സെറ്റ് സാരിയും മുണ്ടും ഡിഫറെൻറ്റ് സെറ്റ് സാരീസൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ അതിന് കമൻറ്റൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ പരിപാടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞും ചിരിച്ചും പിന്നെ നാട്ടിൽ നടക്കുന്നതൊക്കെ കേൾക്കണമെങ്കിൽ അറിയണമെങ്കിൽ ഇങ്ങനെ ഒത്തുകൂടിയാലല്ലേ നടക്കുള്ളൂ. പിന്നെ ഞങ്ങൾ കണ്ണൂർക്കാർ ഇതിനെ പുയിപ്പ് എന്ന് പറയാം. പുയിപ്പ് മീൻസ് ഗോസിപ്പ് അങ്ങനെ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഒരുക്കങ്ങൾ. അപ്പോൾ ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞാൻ വ്ളോഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല ആവേശമായി. ഞാൻ വിചാരിച്ചാൽ നിന്ന് വീഡിയോ എടുക്കാതെ വന്ന് വല്ല പണിയും എടുക്കാൻ പറയുന്നതാണ്. പക്ഷേ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഒടുക്കത്തെ പോസും. ഇവിടെ ക്ഷേത്രം വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ പൊങ്കാലയാണ്. ഇതായിരുന്നു നാളത്തെ പരിപാടിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലം. അതിനുശേഷം ഭക്ഷണം കഴിക്കലായിരുന്നു മെയിൻ പരിപാടി. നാളെ പൊങ്കാല ആയതുകൊണ്ടും വ്രതമുള്ളതുകൊണ്ടും 2 നേരത്തെ അരിയാഹാരം കഴിക്കാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞു. എനിക്കാണെങ്കിൽ രാത്രി ചോറ് നിർബന്ധമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ എല്ലാവരും ഒരുമിച്ച് ഉപ്പുമാവും നല്ല കട്ടൻ കാപ്പിയും കുടിച്ച് ആ വിഷമം അങ്ങ് മാറ്റി. അതിനുശേഷം എല്ലാവരും കൂടെ കിറ്റ് റെഡിയാക്കി. നാളത്തേക്ക് പൊങ്കാല സമർപ്പണത്തിന് ആവശ്യമായതൊക്കെ വെച്ചിട്ടാണ് കിറ്റ് റെഡിയാക്കിയത്. അപ്പോഴത്തേക്ക് എല്ലാവരും ടയർഡായിരുന്നു. അങ്ങനെ എല്ലാവരും ടാറ്റ പറഞ്ഞു വീട്ടിലേക്ക് പോയി. ബാക്കി നാളെ.